കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട് വൈകുന്നുവെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. ജനസാന്ദ്രത കൂടിയ സ്ഥലമായതിനാൽ കേരളത്തിന് എയിംസിന്റെ ആവശ്യകത ഉണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എയിംസിനായി സംസ്ഥാന സർക്കാർ 10 വർഷമായി ഒന്നും ചെയ്തില്ലെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷക കോടതിയിൽ പറഞ്ഞു. സ്ഥലം കണ്ടെത്തി നൽകിയതും അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതാണെന്നും സംസ്ഥാന സർക്കാർ മറുപടി നൽകി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എയിംസ് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളം 10 വർഷമായി ഒന്നും ചെയ്തില്ല ഇതിനു വേണ്ടി എന്ന് കേന്ദ്രം എന്തുകൊണ്ടാണ് പറയുന്നത്? അതിലെന്താണ് ഹൈക്കോടതി ഉള്ള തുടർ നടപടികൾ, ഒപ്പം തന്നെ മറ്റ് നിരീക്ഷണങ്ങൾ കോടതിയുടെ? എയിംസ് സംരക്ഷണ സമിതി, കാസർഗോഡ് എയിംസ് സംരക്ഷണ സമിതിയാണ് ഹൈക്കോടതിയിൽ എയിംസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഹർജി പരിഗണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. 22 എയിംസുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൽ 18 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി, 4 അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് ആ എയിംസുകളിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുതിയ എയിംസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നയപരമായ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ അതിനൊരു സത്യവാങ്മൂലം സമർപ്പിക്കാനാകൂ എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ഈ ഘട്ടത്തിലാണ് കോടതി ചോദിച്ചത്, കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലാണ്, ഇവിടെ എയിംസ് എന്നുള്ളത് ആവശ്യകതയാണ്, എന്തുകൊണ്ട് പക്ഷേ എയിംസ് വൈകുന്നു എന്ന കേന്ദ്രത്തോട് ചോദിച്ചു. ഒപ്പം തന്നെ ഈ 22 എയിംസുകൾക്ക് അനുമതി നൽകിയതിന്റെ മാർഗനിർദ്ദേശം എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ആകട്ടെ സംസ്ഥാന സർക്കാരിനെ പഴിചാരുകയാണ്. കഴിഞ്ഞ 2016 ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പദ്ധതി മുന്നോട്ട് വെച്ച് 10 വർഷമായിട്ടും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷെ അതിനെ അമ്പാടെ സംസ്ഥാന സർക്കാർ തള്ളുകയായിരുന്നു. പ്രധാനമായും ഈ കത്തുകളടക്കം സ്ഥലം ഏറ്റെടുക്കുകയും കത്തുകൾ നൽകുകയും മറ്റ് നടപടികളൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുമൊക്കെ കാര്യമായ മറുപടികൾ ഉണ്ടായില്ല എന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചത്. ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റി. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.